നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാകട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രത്തെക്കുറിച്ച്, തത്വശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതില് ഇന്നലെ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്ന പ്രവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കാലത്ത് തന്നെ വർഗീസേട്ടൻ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ രുചിയും ആസക്തിയും തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളെ എങ്ങനെയാണ് ശരീരം ഭക്ഷണ സ്വീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, ഏത് കാലാവസ്ഥയിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് ആകട്ടെ ഇന്നത്തെ പ്രമേയം എന്ന് കരുതുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: ഫുഡ് ഈസ് ആൻ ഇന്റഗ്രൽ ഹോൾ ദാറ്റ് nourishes energy, tissue, balance and life. ക്ഷമിക്കുക, ചെറിയൊരു മാറ്റം വന്നു. ഇന്നലത്തെ ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്: ടേസ്റ്റ് ക്രേവിങ്സ് സിഗ്നൽ ബോഡി ഇംബാലൻസസ് ആൻഡ് ക്യാൻ ബി ബാലൻസ്ഡ് വിത്ത് റൈറ്റ് ഫുഡ്. ഭക്ഷണവും രുചിയാസക്തികളും. ഒരു ജൈവ ശരീരം അതിനു വേണ്ടുന്ന ഭക്ഷണത്തെ തെരഞ്ഞെടുക്കുവാനായി ജീവിയിൽ ഉളവാക്കുന്ന സഹജ ചോദനയാണ് രുചിയാസക്തി. ശരീരത്തിന് ആവശ്യമുള്ള നിശ്ചിത പരിസര ഘടകങ്ങളോടുള്ള ആസക്തി നിർണയിക്കുന്നത് നിരന്തര പ്രവർത്തനം മൂലം അസ്ഥിരമായി കൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ ആന്തരിക പരിസരത്തിന്റെ അഥവാ ടെറൈന്റെ വർത്തമാന ഘടനയ്ക്ക് അനുസൃതമായാണ്. അതുപ്രകാരം മധുരത്തോടുള്ള ആസക്തി ഗ്ലൂക്കോസ് അസ്ഥിരത മൂലമുള്ള ഊർജ പ്രതിസന്ധിയെയും ക്രോമിയം മഗ്നീഷ്യം ബി കോംപ്ലക്സ് പോലുള്ള സൂക്ഷ്മ പോഷകങ്ങളുടെ കുറവിന്റെയും ലക്ഷണമാണ്. ഉപ്പിനോടുള്ള ആസക്തി ജലത്തിന്റെയും സോഡിയം അയഡിൻ എന്നീ ധാതു ലവണങ്ങളുടെയും ദഹനരസങ്ങളുടെയും ഓജസിന്റെയും കുറവിന്റെ ലക്ഷണമാണ്. പുളിയോടുള്ള ആസക്തി ദഹനരസങ്ങളുടെയും തത്സമയ സൂക്ഷ്മാണുക്കളുടെയും പ്രതിരോധ ശേഷിയുടെയും കുറവിന്റെ ലക്ഷണമാണ്. എരിവിനോടുള്ള ആസക്തി ഉപാപചയത്തോത്, രക്തചംക്രമണം എന്നിവയുടെ കുറവിനെയും കഫാധിക്യത്തെയും സൂചിപ്പിക്കുന്നു. കയ്പിനോടുള്ള ആസക്തി ദഹനരസങ്ങളുടെയും കരൾ ശുദ്ധിയുടെയും ശരിയായ വിസർജനത്തിന്റെയും കുറവിനെ സൂചിപ്പിക്കുന്നു. ചവർപ്പിനോടുള്ള ആസക്തി ദഹനനാളം, കലകൾ, ഈർപ്പം എന്നിവയുടെ അപഘടനയെയും ധാതുക്കൾ, മാംസ്യങ്ങൾ എന്നിവയുടെ അസന്തുലിതത്തെയും സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയെല്ലാം ഏറിയും കുറഞ്ഞും വരുന്നതും അതിനനുസൃതം ഭക്ഷണം നൽകിക്കൊണ്ട് സ്വാഭാവികമായി പുനഃസന്തുലനം ചെയ്യാവുന്നതും ആണ്. അപ്പോ ഇതാണ് ഈ രുചി ആസക്തി എന്ന് പറയുന്നത്. എല്ലാ ഭക്ഷണങ്ങൾക്കും അതിൻ്റെതായ രുചി ഉള്ളതായിട്ട് നമുക്കറിയാം. പ്രധാനമായ രുചികളാണ് ഇവിടെ മുമ്പേ പറഞ്ഞത്. അപ്പൊ ഈ രുചി എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ ഈ രുചി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ അനുഭവിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന ഒരു രാസബോധ്യമാണ്, അല്ലെ? ഒരു കാര്യത്തെ നമ്മൾ രുചിക്കുമ്പോൾ, വായിലൂടെയാണ് അത് എടുക്കുന്നത്, അത് രുചിക്കുമ്പോഴുണ്ടാകുന്ന രാസപരമായ ബോധ്യമാണ്, ഭൗതികമായ ബോധ്യമാണ് രുചി എന്ന് പറയുന്നത്. അതിനോടുള്ള താല്പര്യമാണ് രുചിയാസക്തി എന്ന് പറയുന്നത്. നമുക്ക് ചില പ്രത്യേക ഭക്ഷണങ്ങളോട് താല്പര്യം തോന്നും. ഇപ്പോൾ ലഡു കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും താല്പര്യം തോന്നും. ചോക്ലേറ്റ്, അതിനോട് കുട്ടികൾക്കൊക്കെ താല്പര്യമാണ്. അപ്പോ അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നതിന് കാരണം എന്താണ്? ശീലങ്ങൾ അതിനൊരു പ്രധാന ഘടകമാണ് എന്നത് സത്യമാണ്. ശീലം, അതുപോലെ തന്നെ ഈ നമ്മുടെ ജന്മഘടനയുണ്ടല്ലോ, ഒരു പരമ്പരയിലൂടെ ജീവിച്ചു, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ജീവിച്ചു വന്നു. അപ്പോ ഒരു സമൂഹത്തിൽ, ഒരു പരമ്പരയിൽ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ചില സ്വഭാവങ്ങളുണ്ടോ, അതിനനുസരിച്ച് ചില പ്രത്യേക രുചികളോട് താല്പര്യമൊക്കെ കാണും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും രുചി എന്ന് പറയുന്നത് കൃത്യമായി ഫിസിയോളജിക്കലി പറയുകയാണെങ്കിൽ ജൈവ ശരീരത്തിന് എന്തു വേണമോ, എന്ത് രാസികങ്ങൾ ആവശ്യമുണ്ടോ അതിനോടുള്ള താല്പര്യം ജനിപ്പിക്കലാണ്, അതിനോടുള്ള താല്പര്യം കാണിക്കലാണ് ഈ രുചി ആസക്തി എന്ന് പറയുന്നത്.
അപ്പോ ഈ ആസക്തി എന്ന് പറയുന്നത് ഒന്ന് വേണമെന്നുള്ള ആ ക്രേവിംഗ് ആണ്, ഇങ്ങനെ വേണം 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 എന്ന് തോന്നുന്ന ആ തോന്നലാണ്. അപ്പൊ ഈ ശരീരത്തോട് ഈ പറയുന്ന നിശ്ചിത പരിസര ഘടകങ്ങളോടുള്ള ഈ ആസക്തി നിർണയിക്കുന്നത് എന്താണ്? ശരീരം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ തന്നെ ഈ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വീണ്ടും അത് സ്ഥിരതയിലേക്ക് വരും. അതങ്ങനെയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബാലൻസ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. നമ്മളിപ്പോൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ ബാലൻസ് മാറിക്കൊണ്ടിരിക്കും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത കാല് വെച്ച് അല്ലെങ്കിൽ കൈ നീട്ടി കാല് നീട്ടിയൊക്കെ നമ്മളത് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് അതിന്റെ ആ ഇക്വിലിബ്രിയം എന്നുള്ളത് തെറ്റുക എന്നുള്ളത് സഹജമാണ്. അതിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെ അതിനെ റീബാലൻസ് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോ നിരന്തര പ്രവർത്തനം കൊണ്ട് ബാലൻസ് തെറ്റിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ ആന്തരിക പരിസരമുണ്ടല്ലോ, നമ്മൾ ബാഹ്യ പരിസരത്തിന് എടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആന്തരിക പരിസരം, ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, അതിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കാറുണ്ട്, ടെറൈൻ എന്ന് വിളിക്കാറുണ്ട്. ആ ടെറൈന്റെ വർത്തമാന ഘടന എന്താണോ അതിനനുസൃതമാണ് നമുക്ക് ഈ രുചിയോടുള്ള താല്പര്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ടെറൈൻ, ഇപ്പൊ ഒരു കാലത്ത് നമുക്ക് പുളിപ്പിനോട് ഭയങ്കര താല്പര്യം തോന്നി, കുറച്ച് ദിവസം പുളിയൊക്കെ തിന്നു കഴിയുമ്പോൾ പുളി കണ്ടു കഴിഞ്ഞാൽ തൊടാൻ തോന്നാത്തൊരവസ്ഥയാണ് അല്ലെ? നമുക്ക് ഏതെങ്കിലും രുചിയോട് പ്രത്യേക താല്പര്യം തോന്നി കുറച്ചു നാൾ അതങ്ങനെ ഏറിയ പങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. കാരണം നമുക്ക് ആ താല്പര്യം എന്ന് പറയുന്ന താല്പര്യം ഉണ്ടായിരുന്നത് എന്താണോ അത് അമിത ഉപയോഗം നടത്തുന്ന സമയത്ത് അതിന്റെ കുറവ് ഇവിടെ പരിഹരിക്കപ്പെട്ടു. പിന്നെ ഇനി കൂടുതൽ വേണ്ട, അതിനോട് താല്പര്യമില്ല, അത് വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് ബ്ലോക്ക് ചെയ്യും. പിന്നെ വേറൊന്നിനോടായിരിക്കും താല്പര്യം. അപ്പോ നമ്മുടെ ടെറൈൻ എന്താണോ, നമ്മുടെ ആന്തരിക പരിസ്ഥിതി എങ്ങനെയാണോ ഘടന ചെയ്തിട്ടുള്ളത്, ആ സമയത്ത് വർത്തമാന ഘടന എന്ന് പറഞ്ഞത്, ആ സമയത്ത് എങ്ങനെയാണ് ഘടന ചെയ്തിട്ടുള്ളത് അത് പരിഹരിക്കാൻ, അതിനോട് പ്രതികരിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളോടായിരിക്കും നമുക്ക് ആ സമയത്ത് താല്പര്യം ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ മധുരത്തോട് ഒരാൾക്ക് ആസക്തി ഉണ്ടെന്ന് ഇരിക്കട്ടെ, അതിന് അർത്ഥം എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിലെ ഊർജ പ്രതിസന്ധി ഉണ്ടെന്നുള്ളതാണ്. ഊർജം ഇല്ല എന്നല്ല, ഊർജ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഊർജ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇപ്പൊ ശരീരം ബൾക്കി ആയിട്ടുള്ള ശരീരമാണ്, പക്ഷെ ക്ഷീണമാണ്. അപ്പോ ശരീരത്തിന് കൊഴുപ്പൊക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിനെ ATS ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം എനർജി കിട്ടുകയൊക്കെ ചെയ്യും. അതിനെന്ത് വേണം? കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തണം. ആ പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ മധുരത്തോടുള്ള താല്പര്യം. അത് മാത്രമല്ല, ശരീരത്തിൽ ക്രോമിയം, മഗ്നീഷ്യം, ബി കോംപ്ലക്സ് പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടല്ലോ, അവയുടെ കുറവ് ഉണ്ടാകുന്ന സമയത്ത് മധുരത്തോട് താല്പര്യം തോന്നും. ഈ മധുരത്തോട് താല്പര്യം തോന്നുന്ന സമയത്ത് അകത്ത് ഇങ്ങനെ ഒരു ടെറൈൻ ഉണ്ടായി എന്നതാണ് നമുക്ക് ബോധ്യമാകേണ്ടത്. അതുപോലെ ഉപ്പിനോട് ആസക്തി ഒരാൾക്ക് തോന്നുന്നിരിക്കട്ടെ, അയാളുടെ ശരീരത്തിൽ ഈ ഡീഹൈഡ്രേഷൻ എന്നുള്ള സാധനം അടിക്കടിക്ക് വരുന്നുണ്ട് എന്നുള്ളത് അർത്ഥമാണ്. അതുപോലെ സോഡിയം, അയഡിൻ തുടങ്ങിയ ധാതു ലവണങ്ങളുടെ കുറവുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ദഹനരസങ്ങൾ, കൃത്യമായ രീതിയിൽ ദഹനരസങ്ങൾ ഉണ്ടാവുന്നില്ല എന്നൊരർത്ഥമാണ്. മൊത്തത്തിൽ അയാളുടെ ശരീരത്തിലെ ഓജസ് കുറവായിരിക്കും എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഉപ്പിനോടുള്ള ആസക്തി കൂടുന്നത്. ചൊടിപ്പ് വേണം എന്നാ പറയാ നമ്മൾ അല്ലെ, ചൊടിപ്പ് വേണം കഴിക്കുന്ന ഭക്ഷണത്തിന്. സത്യത്തിൽ ഓജസ് ശരീരത്തിലില്ല. ഓജസ് ഉണ്ടാകാൻ വേണ്ടി ചൊടിപ്പോ എരിവോ ഒക്കെ കേട്ടി കഴിയുമ്പോൾ ഓജസ് വരും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഓജസ് വരുന്നത്? സത്യത്തിൽ ഈ ന്യൂട്രിയൻസ് അവിടെ ഫുൾഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരാൾക്ക് പുളിയോട് ആസക്തി ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ അയാളിൽ ദഹനരസങ്ങൾ വളരെ കുറവാണ് എന്നാണ് അർത്ഥം. ദഹനരസങ്ങൾ കൂട്ടാനായിട്ട് ഈ പുളിപ്പുള്ള ഫെർമെന്റൈസ് ചെയ്തിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരം നൽകേണ്ടി വരും. ഫെർമെന്റൈസ് ചെയ്തിട്ടുള്ള പ്രോബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ശരീരത്തിൽ കുറവായിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂട്ടും. സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇപ്പൊ വെളിയിൽ നിന്നും കൊടുത്തില്ലെങ്കിൽ പോലും അകത്തുള്ള അണുക്കളെ ഫെർമെന്റൈസ് ചെയ്യിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പുളി എന്നുള്ളത് നമ്മൾ പുളിയോടുള്ള ക്രേവിംഗ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ പ്രതിരോധ ശേഷി കുറവായിരിക്കും. പുളിപ്പിനോട് താല്പര്യമുള്ള ആളുകൾക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും ശരീരം ഒലിഞ്ഞു പോയി എന്ന് വരും. അപ്പോ പുളിപ്പ് ഉണ്ടെങ്കിൽ അത് അവരുടെ ടെറൈന്റെ പ്രത്യേകത ഈ വിധത്തിൽ സൂക്ഷ്മാണുക്കളുടെ കുറവുണ്ടാവും, പ്രതിരോധ ശേഷി ഉണ്ടാവും, ദഹനരസങ്ങൾ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം.
എരിവിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ നമ്മുടെ ശീലമാണല്ലോ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ ഒരു മുളകെടുത്ത് പൊട്ടിച്ച് അല്ലെങ്കിൽ മുളക് വറുത്ത് അത് കഴിക്കുന്ന ഒരു പരിപാടി. അപ്പൊ ഈ വിധത്തിൽ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മെറ്റാബോളിക് റേറ്റ് ഭയങ്കര കമ്മിയാണെന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിലെ ആ ഉപാപചയ പ്രവർത്തനങ്ങൾ വളരെ കമ്മിയായിരിക്കുന്നു, രക്തചംക്രമണം തന്നെ ടോട്ടലി കുറവായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കഫം കൂടുതലാകാനുള്ള സാധ്യത കാണാം. കാരണം കഫപ്രകൃതമുള്ളവർക്കാണ് കഫം കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ എരിവിനോടുള്ള ആസക്തി ഉണ്ടാവുന്നത്. ഇതൊക്കെ കുറച്ച് വ്യത്യസ്തം ആയിട്ടാണ്. കയ്പിനോടുള്ള ആസക്തി അത് ദഹനരസങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അത് ദഹനരസങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട്. കരളിന്റെയും അതുപോലെ തന്നെ ഈ ശരിയായ വിസർജനത്തിന്റെയും കുറവ്, കരളിന്റെ ശുദ്ധി, കരളിന്റെ പ്യൂരിറ്റി ഉണ്ട്, അത് കുറവാണെന്ന് സൂചിപ്പിക്കും. അതുപോലെ തന്നെ ശരിയായ വിസർജനത്തിന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു. ശരിയായ രീതിയിലുള്ള വിസർജനം വെറും മലവിസർജനം മാത്രമല്ല, ശരീരം നിർവഹിക്കുന്ന 14 വേഗങ്ങളുടെ കാര്യത്തിലും കുറവുണ്ട് എന്നുള്ളതാണ് ഈ കയ്പിനോടുള്ള ആസക്തി സൂചിപ്പിക്കുന്നത്. ചവർപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ചവർപ്പ് നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കും. അതല്ല വീണ്ടും ചവർപ്പിനോട് നമുക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കും. മദ്യത്തിലൊക്കെ ചവർപ്പാണ്. ഈ ചവർപ്പ് എന്ന് പറയുന്നത് ദഹനനാളം, അത് നമ്മുടെ ടിഷ്യൂസ് എന്നിവയുടെ ഡീസ്ട്രക്ചറിങ്, അതിന് മുറിവ്, കേടുപാടുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം. ദഹനവ്യൂഹം എന്ന് വെച്ചാൽ കുടലൊക്കെ മൊത്തം വീങ്ങിയും അതിനകത്ത് ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചവർപ്പിനോട് ആസക്തി തോന്നും. കലകൾക്ക്, നമ്മുടെ ശരീര ടിഷ്യൂസിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുക, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ ചവർപ്പിനോടുള്ള ആസക്തി തോന്നും. അതുപോലെ തന്നെ ധാതുക്കള്, മാംസ്യങ്ങൾ എന്നിവയുടെ അസന്തുലിതത്വം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ അവൈലബിൾ പ്രോട്ടീൻ എന്നുള്ളതുണ്ടല്ലോ, പ്രോട്ടീനാണ് ശരീരം മുഴുവൻ. പക്ഷെ അതിലേക്ക് നമ്മൾ ചില പ്രത്യേക വിധത്തിലുള്ള പ്രോട്ടീൻ ന്യൂട്രിയൻസ് കൊടുക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ഇതിന് ഈ സപ്ലൈ ചെയ്ത് കിട്ടുന്നതിന്റെ കുറവുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പൊതുജീവിതത്തിൽ നമ്മൾ നിത്യവും അനുഭവിക്കുന്നത്. ചില പ്രത്യേക സാധനങ്ങളോട് താല്പര്യം, ചില പ്രത്യേക സാധനങ്ങളോട് താല്പര്യമില്ല. അപ്പോ നമ്മൾ ചില കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് പ്രഖ്യാപനമൊക്കെ നടത്തും, ഞാൻ വഴുതനങ്ങ കൂട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആക്ടിവിറ്റി ഇഷ്ടമല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇത് നേരെ തിരിഞ്ഞ് ഇരിക്കുന്നത് നമുക്ക് കാണാനാവും. കാരണം എന്താ, നമ്മുടെ ശരീരം ആ സംഭവത്തെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അടുത്ത റേഞ്ചിലേക്ക് പോയി, നമ്മുടെ ടെറൈൻ മാറി, നമ്മുടെ ജീവിത സാഹചര്യം മാറിയാൽ, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും നമ്മളിപ്പോ തൊഴിലിടത്തേക്ക് മാറി, ഹോസ്റ്റലിലേക്ക് മാറി, ഉടനെ തന്നെ നമ്മൾ വേറൊരു രൂപത്തിലേക്ക് പോകും. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവിടുത്തെ അമ്മായിയുടെ വീട്ടിലെ ഭക്ഷണം കണ്ടില്ല എന്ത് രുചിയാണ്, അല്ലെങ്കിൽ ഹോട്ടലിലെ ഭക്ഷണം എന്ത് രുചിയാണെന്ന് പറയുന്ന ആള് ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അമ്മയുടെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്നത് കാണാം. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ടെറൈൻ, ശരീരത്തിന്റെ ആ ആന്തരിക പരിസ്ഥിതി എങ്ങനെയായിരിക്കുന്നുവോ അതിനനുസരിച്ച് അവിടുത്തെ ഇംബാലൻസ് പരിഹരിക്കാൻ പാകത്തിലായിരിക്കും നമ്മുടെ രുചിയോടുള്ള ആസക്തി. ഇതിനെ പരിഹരിക്കാൻ, ഇത് കൂടിയും കുറഞ്ഞും മാറിയും മറിഞ്ഞും ഒക്കെ വരും. അതിനെ പരിഹരിക്കാൻ അതിനനുസൃതമായ ഭക്ഷണങ്ങൾ, നമുക്ക് രുചി തോന്നുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നൽകുക. പലപ്പോഴും മിശ്രിത രുചികളോടാണ് നമുക്ക് ഇപ്പോൾ ആസക്തി കൂടുതൽ. മിശ്രിത രുചി എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ പ്യുവർ രുചികൾ അറിയുന്ന പരിപാടി നമ്മൾ അങ്ങ് നിർത്തി. പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കൃത്രിമമായിട്ട് രുചികൾ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ സാമ്പാറിന്റെ രുചിയല്ല സ്റ്റൂവിന്റെ രുചിയല്ല തീയലിന്റെ രുചിയല്ല ഒരു പുളിങ്കറിക്ക്, രുചികളെല്ലാം അങ്ങ് മാറി. ഇവയ്ക്കെല്ലാം വ്യത്യസ്ത രുചികളുണ്ട്. ഇതിനൊന്നും തന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഒറിജിനൽ ഇൻഗ്രീഡിയന്റ് രുചിയേ അല്ല, ഇതെല്ലാം കൂടെ ചേർന്ന് വേറൊരു രുചിയാണ്. അത് വ്യവസ്ഥാ നിയമപ്രകാരം ഇവയെല്ലാം കൂടെ ചേരുമ്പോൾ പുതിയ ഒരു മോർ ദാൻ ദി ടോട്ടൽ, ദ മോർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാകുന്ന രുചിയാണ് നമുക്കിപ്പോ താല്പര്യം. ശരീരം സഹജമായി ക്രമീകരിക്കപ്പെട്ട പ്രകൃതിയാണ്. അതിന് മനസ്സിലാക്കുന്നത് പ്രകൃതി രൂപീകരിച്ചിട്ടുള്ള രുചികളെയാണ്. അവിടേക്കാണ് ഒരു പരിചയമില്ലാത്ത പുതിയ ചില സാധനങ്ങളെ കൊണ്ടുവച്ച് നമ്മൾ പരിചയപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ശരീരത്തിന് എങ്ങനെയാണ് ഈ ഇംബാലൻസ് എപ്പോഴെങ്കിലും തീരുക? ശരീരത്തിന് അതിന്റെ സ്വാഭാവിക പ്രകൃതത്തിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കാറേയില്ല. പ്രകൃതി ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ
ഭക്ഷ്യവസ്തുക്കളുടെ രുചിയെ പരമാവധി അറിയുക എന്നുള്ളതാണ്. പരമാവധി മിശ്രിതങ്ങൾ കുറയ്ക്കുക. നമ്മൾ പാചകത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മളത് പറയും. പരമാവധി മിശ്രിതങ്ങൾ കുറയ്ക്കുക, പരമാവധി വേവിക്കാതെ കഴിക്കുക, പരമാവധി ഒറ്റയ്ക്ക് കഴിക്കുക. എന്ന് വെച്ചാൽ ഒരു വസ്തു ആ സമയത്ത് അത് മാത്രമായിട്ട് കഴിക്കുന്നത്. ആധുനിക പ്രകൃതി ജീവനക്കാർ അങ്ങനെയല്ല കേട്ടോ. ലോകത്തുള്ള പുല്ലുപുഷ്പാദികളെല്ലാം പറിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കരുത് എന്നുള്ള നിയമം മാത്രം വയ്ക്കുള്ളൂ. ഇനി വേവിക്കുന്നത് കഴിക്കുന്നതിന്റെ കൂടെ വേവിക്കാതെയും കൂടെ കഴിക്കണമെന്ന് പറയുന്ന പ്രകൃതി ഉണ്ട്. ഇതൊക്കെ ദഹന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാക്കും. അപ്പോൾ നമുക്ക് ഏത് ഭക്ഷണമാണോ നമുക്ക് താല്പര്യം തോന്നുന്ന രീതിയിലുള്ള, അത് ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞ ടൈം ടേബിൾ പ്രകാരമല്ല, ശരീരത്തിനകത്തെ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടല്ലോ, അയാൾ പറയുന്നത് കേൾക്കുക. നമ്മുടെ രുചി എന്തിനോടാണ് താല്പര്യം? പേര തിന്നാനാണ് തോന്നുന്നെങ്കിൽ കുറച്ച് ദിവസം പേര തിന്നോ. മാങ്ങ തിന്നാണെന്ന് തോന്നുക, കുറച്ച് ദിവസം മാങ്ങ തിന്നോ. കുറച്ച് ദിവസമേ തിന്നുള്ളൂ, മാങ്ങയോടുള്ള താല്പര്യം നിൽക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് ചക്കയോടാവും. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കള് നമുക്ക് തോന്നുന്ന രുചിക്കനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ ആ കുറവിനനുസരിച്ചുള്ള താല്പര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആ താല്പര്യത്തിനനുസരിച്ചുള്ളവ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ അതിന്റെ റോ ഫോമിൽ നമുക്ക് എന്ത് കഴിക്കാൻ തോന്നുന്നു ആ റോ ഫോമിൽ നമ്മുടെ അകത്തേക്ക് നമ്മൾ ന്യൂട്രിയൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ആ ബാലൻസ് ക്രമീകരിച്ചോളും. അപ്പോ ഈ നമ്മൾ ആധുനിക കാലത്ത് ഈ വികൃത രുചികൾ ഉണ്ടാക്കുന്ന പാചകം ചെയ്ത ഭക്ഷണങ്ങളുണ്ടല്ലോ, അവയുടെ ശീലക്കേട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ പോലും അവയ്ക്ക് ഒരു നേരം മാത്രം അനുമതി കൊടുത്തുകൊണ്ട് ബാക്കി സ്വാഭാവിക രുചിയെ അറിഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ടെറൈൻ നമ്മിൽ ഉരുവാക്കിയെടുക്കാനുള്ള ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് വേണ്ടി നിങ്ങളുടെ നിരീക്ഷണം, നിങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ക്രമീകരണം നടക്കുമാറാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.